വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. മലപ്പുറം വണ്ടൂരിൽ ഡോക്ടർ ശശി തരൂർ എംപിക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഗൺമാന് പരിക്കേറ്റു. ബൈക്കിലെത്തിയ സംഘമാണ് മർദ്ദിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 5 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. വണ്ടൂരിൽ വെച്ചാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. വൈകുന്നേരമാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. തിരുവാലിയിൽ നടന്ന ചാറ്റ് വിത്ത് തരൂർ എന്ന പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ ആക്രമണത്തിനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. സംഭവത്തിൽ ശശി തരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 5 പേർക്കെതിരെ കേസെടുത്തതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വണ്ടൂർ ചെള്ളിയോട് വെച്ചാണ് സംഭവം എന്നാണ് ലഭിക്കുന്ന വിവരം. MP അനിൽകുമാറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം വണ്ടൂരിൽ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് തിരുവാലിയിൽ നടന്ന ചാറ്റ് വിത്ത് തരൂർ തെരഞ്ഞെടുപ്പ് പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബൈക്കിലെത്തിയ സംഘം വാഹനം തടഞ്ഞ് അസഭ്യം പറയുകയും ഗൺമാനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ബൈക്കിലെത്തിയ സംഘം വാഹനം തടഞ്ഞു, അസഭ്യം പറഞ്ഞു, ഗൺമാനെ മർദ്ദിച്ചു എന്നാണ് പരാതി. ഗൺമാന്റെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ശശി തരൂരിൻ്റെ കാറിനെ പിന്തുടർന്നെത്തിയ സംഘമാണ് ആക്രമിച്ചത്. ശശി തരൂരിനെ അസഭ്യം വിളിച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഈ ഘട്ടത്തിലാണ് താൻ ഇടപെട്ടത് എന്ന് ഗൺമാൻ വ്യക്തമാക്കുന്നു. ഇതോടെ ഗൺമാനെ ബൈക്കിലെത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ CV അനുമോദ് നൽകും. CV അനുമോദ്, ഡോക്ടർ തരൂരിനെതിരെയാണ് ആ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുന്നത്. മലപ്പുറം വണ്ടൂരിൽ വെച്ചാണ് സംഭവം എന്നാണ് ലഭിക്കുന്ന വിവരം. ഡ്രൈവർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എത്ര ഗുരുതരമാണ് പരിക്ക്? ഡോക്ടർ ശശി തരൂരിന് നേരെ ഉള്ള ആക്രമണത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് പ്രതികളെ പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, വൈകുന്നേരം 7:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവാലി ചെല്ലിത്തോട് പാലത്തിന് സമീപമായിരുന്നു സംഭവം. ചാറ്റ് വിത്ത് തരൂർ എന്ന പരിപാടിക്ക് ശേഷം അദ്ദേഹം മടങ്ങുകയായിരുന്നു വണ്ടൂരിലേക്ക്. വഴി ബ്ലോക്ക് ആയിരുന്നു. ഈ ഒരു സമയം നല്ല തിരക്കുള്ള സമയമായിരുന്നു. ശശി തരൂരിന്റെ കാർ ഹോൺ മുഴക്കിയത് ചിലർ ചോദ്യം ചെയ്യുകയും ശശി തരൂരിന്റെ കാറിന് കുറുകെ ഇവർ വാഹനമിട്ട് തടയുകയും തുടർന്ന് അത് വാക്കുതർക്കവും കയ്യേറ്റത്തിൽ എത്തുകയും ചെയ്തു. വാഹനം കുറുകെയിട്ടതോടെ അത് ചോദ്യം ചെയ്യാൻ ഗൺമാൻ പുറത്തിറങ്ങിയതും തുടർന്ന് ഗൺമാനും ഇവരും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായി. തുടർന്നാണ് ഈ ഗൺമാന്റെ പരാതിയിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 3 പേർ കസ്റ്റഡിയിലായതായിട്ടാണ് സൂചനയുള്ളത്. ഇവരുടെ രാഷ്ട്രീയ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ആ ഒരു സമയത്ത് ഗതാഗതത്തിന്റെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ, ഫോൺ മുഴക്കിയതിനെ തുടർന്നുള്ള തർക്കം, അത് സംഘർഷത്തിലേക്ക് വഴിമാറി എന്ന് വേണം കരുതുവാൻ. അനുമോദ്, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മലപ്പുറം വണ്ടൂരിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഈ തിരുവാലിയിൽ കോൺഗ്രസിനും ലീഗിനുമൊക്കെ വലിയ സ്വാധീനമുണ്ട്. അവർ തമ്മിൽ ചിലപ്പോഴൊക്കെ ഈ ചില തർക്കങ്ങളും രാഷ്ട്രീയ പോർവിളികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടെ AP അനിൽകുമാർ അവിടെ നിന്ന് ജയിച്ചു കയറുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അത്തരമൊരു മണ്ഡലത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന്, അല്ലെങ്കിൽ അത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ സംഘമാണോ അതോ റോട്ടിൽ തങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് കരുതുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു ആക്രമണമാണോ? അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ നിന്നുണ്ടായ ഒരു ആക്രമണമാണോ ഇത്? ശശി തരൂരിനെ പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ, കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ, അത്തരമൊരാൾക്ക് നേരെ ഇങ്ങനെ ഒരു അസഭ്യം പറയുക, തെറി വിളിക്കുക, പിന്നീട് കയ്യേറ്റത്തിന് ശ്രമിക്കുക, ഡ്രൈവർ ഇടപെടുമ്പോൾ ആ ഡ്രൈവറെ ആക്രമിക്കുക തുടങ്ങിയ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് അത്രമാത്രം പ്രകോപനത്തിനുള്ള ഒരു കാരണമെന്നത് എന്തെങ്കിലും പോലീസ് നൽകുന്നുണ്ടോ? വെറും ഒരു ഹോൺ അടിച്ചു എന്നതുകൊണ്ട് ശശി തരൂരിനെ പോലെ അത്ര വളരെയധികം ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവിന്, രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് നേരെ
ഇങ്ങനെ ഒരു കയ്യേറ്റം. യെസ്, അനുമോദ്, ഞാൻ അനുമോദിലേക്ക് വരാം. എ പി അനിൽകുമാർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ എ പി അനിൽകുമാർ, ശശി തരൂർ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ആർക്കും പെട്ടെന്ന് തെരുവിൽ കണ്ടാൽ മനസ്സിലാകുന്ന ഒരാളെ ഇങ്ങനെ അറിയാതെ ചെയ്തു എന്ന് കരുതാനാകില്ല. ഇതിലെന്തെങ്കിലും രാഷ്ട്രീയ വിദ്വേഷമുണ്ടോ ഈ ആക്രമണത്തിന് പിന്നിൽ, ശ്രീ അനിൽകുമാർ? അതിനകത്ത് എനിക്കതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ അറിയില്ല. ഞാൻ അതിലെ പ്രതികളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷെ അതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശശി തരൂരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ശശി തരൂരാണ് കാരണത്ത് എന്ന് പറയുന്നു. അതോടൊപ്പം എന്റെ പേരും പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ചില രാഷ്ട്രീയം അതിനകത്തുണ്ട് എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായി ശശി തരൂരിനെ പോലെ ഒരാളെ നമ്മൾ കാരണത്ത്